കാഠ്മണ്ഡുവിലേക്ക് പോവുകയാണ്. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ വീട് പ്രക്ഷോഭകർ അഗ്നിക്കിരയാക്കി എന്നതാണ് അവിടെ നിന്ന് വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. സർക്കാർ സ്ഥാപനങ്ങൾക്കും മന്ത്രിമാരുടെ വസതികൾക്കും നേരെ തീവെപ്പും കല്ലേറും ഉണ്ടായി. സേനാ വിഭാഗങ്ങൾ ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിലാണ്. പലയിടത്തും ഈ യുവാക്കളുടെ വലിയ സംഘങ്ങൾ അവിടുത്തെ സുരക്ഷാ സേനാംഗങ്ങളെ ആക്രമിക്കുന്നതും അവരെ പിന്നോട്ടോടിക്കുന്നതും നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്. പിടിച്ചു നിൽക്കാൻ കഴിയാതെ കാഠ്മണ്ഡുവിൻ്റെ നഗരഭാഗങ്ങൾ പലയിടത്തും സേനകൾ പിന്മാറുന്നതും ഏറ്റവും പുതിയ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഒരിക്കൽ കൂടി ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശ്രീജിത്ത്, ഏതാണ്ട് നമ്മൾ ശ്രീലങ്കയിൽ കണ്ട കാഴ്ച, ശ്രീലങ്കയിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട സർക്കാർ കേന്ദ്രങ്ങളാകെ അവിടുത്തെ പ്രക്ഷോഭകർ പിടിച്ചെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. പ്രധാനമന്ത്രി പ്രസിഡന്റിൻ്റെ ഒക്കെ കൊട്ടാരമൊക്കെ കയ്യേറി അത് സ്വന്തം സ്ഥാപനം പോലെ, സ്വന്തം വീട് പോലെ ഉപയോഗിക്കുന്ന ശ്രീലങ്കക്കാരെ നമ്മൾ കുറച്ചുനാൾ മുമ്പ് കണ്ടു. സമാന കാഴ്ചയാണ് കാഠ്മണ്ഡുവിലും എന്ന് വേണം കരുതാൻ ഇപ്പോഴത്തെ നിലയിൽ, അല്ലേ? തീർച്ചയായും ഒരുപക്ഷെ ശ്രീലങ്കയിൽ കണ്ടതിനേക്കാൾ വലിയ ദൃശ്യങ്ങളാണ്. ശ്രീലങ്കയിൽ നമ്മൾ കണ്ടത് കയ്യേറി സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതായിരുന്നു. വലിയ വിലപിടിപ്പുള്ള ഉപകരണങ്ങളും സാരികളും വസ്ത്രങ്ങളും സ്വർണ്ണമൊക്കെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇത് പൂർണ്ണമായും അഗ്നിക്കിരയാക്കുന്ന രൂപത്തിലേക്കാണ് നേപ്പാളിലെ കാര്യങ്ങൾ പോകുന്നത്. എല്ലാ സർക്കാർ കെട്ടിടങ്ങളും, ഇതിലേറ്റവും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യം നേപ്പാളിലെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ സ്വകാര്യ വസതി കത്തിക്കുന്ന ദൃശ്യങ്ങളാണ്. ആ കത്തിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മുൻപുണ്ടായിരുന്നത് നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് കത്തിക്കുന്ന ദൃശ്യങ്ങളാണ്. എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിരിക്കുകയാണ്. തൊട്ട് മുമ്പ് അരമണിക്കൂർ മുമ്പ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നേപ്പാളിലെ അന്താരാഷ്ട്ര വിമാനത്താവളമായ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചിടുന്നു അല്ലെങ്കിൽ അടച്ചിടാൻ പോകുന്നു എന്ന രൂപത്തിലായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. ഇപ്പോൾ എല്ലാ വിമാനത്താവളങ്ങളും പൂർണ്ണമായി അടച്ചിടാൻ പോവുകയാണ്. കാരണം നേപ്പാളിൽ സ്ഥിതിഗതികൾ അതിരൂക്ഷമാണ്. സർക്കാർ സ്ഥാപനങ്ങൾ, മന്ത്രിമാരുടെ വസതികൾ, ഇനി വിമാനത്താവളങ്ങൾക്കൊക്കെ ആക്രമണം വ്യാപിക്കുമോ എന്ന ഭയം സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിടാൻ സർക്കാർ നിർദ്ദേശിക്കുന്നു. അങ്ങനെ എല്ലാ രൂപത്തിലും എങ്ങനെയെല്ലാം ഇതിനെ ഒരു നിമിഷം ശ്രീജിത്ത് തുടരുക. ഇപ്പോൾ അവിടെ ത്രിഭുവൻ വിമാനത്താവളത്തിൽ കുടുങ്ങിയ ഒരു മലയാളി ശ്രീ ജോബി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോബി, താങ്കൾ വിനോദയാത്രാ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണോ? എങ്ങനെയാണ് അവിടെ കുടുങ്ങിയത്, അവിടെ എത്തിയത്? ഞാൻ വിനോദയാത്രാ സംഘത്തിൽപ്പെട്ട ആളല്ല. ഞാൻ ഷിമോഗ സുബയ്യ മെഡിക്കൽ കോളേജ് അഡ്മിഷൻ ഓഫീസറാണ്. ഞാൻ സുബയ്യ മെഡിക്കൽ കോളേജ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പേരൻസിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഇന്ന് ഒരു 1:45 എന്റെ റിട്ടേൺ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം എല്ലാം ഡിലേ ആയിട്ട് കാണിക്കുന്നത്. മാത്രമല്ല എയർപോർട്ട് അടയ്ക്കാൻ പോകണമെന്നുള്ള സ്തുതിയും കേൾക്കുന്നുണ്ട്. ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല. ഇന്നലെ ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നു. അരമണിക്കൂർ മുമ്പാണ് അവിടുന്ന് പോകുന്നത്. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. തിങ്സ് ആർ ലുക്കിംഗ് വെരി ബാഡ്. ഇപ്പോൾ താങ്കൾ ഈ ത്രിഭുവൻ വിമാനത്താവളത്തിനകത്താണ്, ഉള്ളിലാണുള്ളത്, അല്ലേ? ത്രിഭുവൻ വിമാനത്താവളം. ഹലോ, പറയൂ ജോബി, കേൾക്കുന്നു. അതെ. അപ്പോ അവിടെ നിന്നുള്ള ഫ്ലൈറ്റ് സർവീസുകൾ ഡിലേ ആണ്. അപ്പൊ ഈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഒരു പക്ഷേ നിലച്ചേക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ, അല്ലേ? കുഴപ്പമില്ല, സംസാരിക്കാം. പറഞ്ഞോളൂ. ജോബി, കേൾക്കാമോ? ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.